എന്ത് ചെയ്യാനാ ഡോക്ടറെ? അപകടം പറ്റിയതിനു ശേഷം ഇവൻ ഇങ്ങനെ ഓരോരോ പിച്ചും പേയും പറഞ്ഞോണ്ടിരിക്കുക. ഇത് പിച്ചും പേയൊന്നുമല്ല, നടന്ന കാര്യം ഡോക്ടറെ ഈ പറയുന്നേ. ഞാനാ ഡോക്ടറെ വിശ്വനാഥനെ കൊന്നത്. ഇന്നലെ കണ്ണമ്മോനും ലക്ഷ്മി മോളും ഒരുമിച്ച് യാത്ര ചെയ്തപ്പോ അവരെ കൊല്ലാനാ ആ പ്രതാപം നോക്കിയത്. പക്ഷേ കണ്ണനും മഹാലക്ഷ്മിയും രക്ഷപ്പെട്ടു. ഇവന്റെ സൂക്കടൊന്നും ഇല്ലാതിരുന്നതാണല്ലോ. നീ ഒരിക്കൽ പോലും ഇതുപോലുള്ള പാട്ടുകൾ പാടിയിട്ടില്ലല്ലോ. ഈ പാട്ടുണ്ടല്ലോ ബെസ്റ്റാ. വിശ്വനാഥന് ഭയങ്കര ഇഷ്ടമാ. അവൻ തിയേറ്ററിൽ പോയി 3 തവണ കണ്ടു. ടി വിയിൽ എത്ര തവണ കണ്ടെന്ന് ഓർമ്മയില്ലെന്ന്. എന്ത് ചിത്രം? ചിത്രം സിനിമ. കണ്ണനും ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സിനിമ. കണ്ണനെ എന്നും കൊണ്ടുപോയി കാണിക്കുമെന്നാ വിശ്വനാഥൻ എന്നോട് പറഞ്ഞേ. ഓ എന്റെ അമ്മോ, എല്ലാ ചരിത്രവും ഇവനോട് അവൻ പറയുവാണല്ലോ. സ്വാമിനാഥ പരിപാലയാസുമാ സ്വപ്രകാശ മല്ലീശ ഗുരുദേവസേനേശ. ഇവൻ പാട്ട് പാടി ആ ആത്മാവിനെ വിളിച്ചു വരുത്തിയിട്ട് ആത്മാക്കൾ ബെല്ലടിക്കോടാ. ബെല്ലടിക്കില്ല, ബിയർ അടിക്കും. ബിയറോ? വളവളാന്ന് സംസാരിക്കാതെ പോയി കേതോ ഉറക്കാമേ കിളവി. മാർക്കോ മോനെ, നീ വന്നോടാ. നീങ്ങ വാ, പറയട്ടെ. എത്ര നാളാടാ കണ്ടിട്ട്? വാ. എങ്ങനെയുണ്ട് കേക്കപ്പോ? കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? 2 കാലും ഒടിഞ്ഞു പോയി. ആരടിക്കണം അറിഞ്ഞില്ലല്ലേ? ഒടിഞ്ഞതോ അതോ ഒടിച്ചതോ? എടാ മോനെ, നീ ആണോടാ ഇത് ചെയ്തത്? ഞാനല്ല, അത് ചെയ്യേണ്ടവർ തന്നെയാ ചെയ്തത്. കറക്റ്റ്. മാർക്കോ, നീ വന്ന സ്ഥിതിക്ക് നിന്നോട് ഞാനൊരു സത്യം പറയാം. കണ്ണന്റെ അച്ഛൻ വിശ്വനാഥനെ ഞാൻ നിങ്ങളെന്തിനാ അയാളെ വാവൂത്തി പിടിക്കുന്നത്? അയാൾക്ക് പറയാനുള്ളത് പറയട്ടെ. വേണ്ട, പറഞ്ഞാൽ ശരിയാവത്തില്ല. നിനക്കെന്തിന്റെ സോക്കേടാടാ? കൊച്ചനെ നീ പൊക്കോ. നിങ്ങളെ ആ കൈയൊന്നും അങ്ങോട്ട് മാറ്റി. മനസ്സില്ല. പറയാനുള്ളത് പറയട്ടെ. മാർക്കോ മോനെ, എടാ വിശ്വനാഥനെ കൊന്നത് ഞാനാടാ. കണ്ണന്റെ അച്ഛൻ വിശ്വനാഥനെ കൊന്നത് ഞാനാ. ലോറി ഇടിച്ചാ കൊന്നേ. ചുമ്മാ 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 ഒന്നുമില്ല, എല്ലാം സത്യമാ. ഇയാൾക്ക് തലയ്ക്ക് വെളിവില്ലെന്ന് എനിക്കറിയാം. എന്നാലും പറയാനുള്ളത് പറയട്ടെ. മാറ്റ്. തൊട്ടുപോലെ തന്നെ. എടാ ഭാർഗവനെ, ഞാനാടാ കണ്ണനും കണ്ണന്റെ അച്ഛനോട് ബൈക്കിൽ പോകുമ്പോ ആ ബൈക്കിലോട്ടൊരു ലോറി അങ്ങ് ഇടിച്ചു കയറ്റി. സ്പോട്ടിൽ തന്നെ വിശ്വാസം തീർന്നു. അല്ല, കണ്ണന്റെ 2 കാലും ഒടിഞ്ഞു. അന്ന് എനിക്കൊപ്പം അവളും ഉണ്ടായിരുന്നു, എന്റെ മോളെ. അല്ല, നീയൊക്കെ സ്നേഹിക്കുന്ന ലക്ഷ്മി മോള്, അവള് എല്ലാത്തിനും സാക്ഷിയായിരുന്നു മോനെ. ചുമ്മാതെ മാർക്കോ മോനെ, ചുമ്മാതെ. ചുമ്മാതെ? അല്ല, ഞാനല്ലേ അന്ന് വണ്ടി കൊണ്ട് ഇടിച്ച് വിശ്വനാഥനെ കൊന്നേ. അന്ന് അതിന് സാക്ഷിയായിട്ട് നിങ്ങളില്ലായിരുന്നല്ലോ. പിന്നെ എന്തിനാ ചുമ്മാ 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 ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നേ? എടാ, ഓ, ഇപ്പോഴെനിക്ക് കുറച്ചെങ്കിലും ആശ്വാസമായി. ഞാനിത് പറഞ്ഞില്ലായിരുന്നെങ്കിലുണ്ടല്ലോ ശ്വാസം മുട്ടി ഞാൻ ചത്തുപോയിടാ മാർക്കോ മോനെ. കൊന്നോ കൊന്നോ, കഴുത്ത് ജനിച്ച കൊല്ല്. ഒന്ന് ചത്തിട്ട് വേണം, ഒന്ന് മരിച്ചിട്ട് വേണം വിശ്വനാഥനോട് കൂട്ടുകൂടി നടക്കാൻ.
ഓ മോഹനലേ നീന ജാനി തെനിശി. അവൻ നന്നായിട്ട് പാടും കേട്ടോ വിശ്വനാഥൻ. കച്ചേരി കേൾക്കണം അവന്റെ, വിശ്വനാഥന്റെ കച്ചേരി. ത്യാഗരാജ കൃതികൾ ആദ്യ താളം. കണ്ടില്ലേ മാർക്കോ മോനെ, വിശ്വനാഥന്റെ പ്രേതം കയറിയിട്ട് ഇവനിങ്ങനെ ഓരോ പിച്ചും പയ്യും പറഞ്ഞുകൊണ്ടിരിക്കുക. ഇയാള് ലോറി ഡ്രൈവർ ആയിരുന്നില്ലേ? അല്ല, അങ്ങനെയാണല്ലോ ഇയാൾ ജീവിതം തുടങ്ങിയത്. അതെ, എന്ന് വെച്ച് ഇവന്റെ ലോറിയല്ല, വിശ്വനാഥന്റെ ലോറി അല്ല, വിശ്വനാഥന്റെ ബൈക്കെ തട്ടിച്ച്. ഇവിടെ മാർക്കമോനെ, ഇവരെ തൂക്കിയെടുത്ത് നിലത്തടിക്കണം. കള്ളം പറയുന്നു. ഞാൻ ഓരോരോ സത്യങ്ങൾ പറഞ്ഞ് നടന്ന കാര്യങ്ങളൊക്കെ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ച് മരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ ഇവരിതേ കള്ളം പറഞ്ഞ് ജീവിക്കാൻ ശ്രമിക്കുക. ചുമ്മാ ഇരിക്കടാ. കണ്ണനോട് നീ ഇപ്പൊ തന്നെ ഈ സത്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേക്കണം. വിശ്വനാഥൻ എന്നോട് പറഞ്ഞിരിക്കുക കണ്ണനെ എല്ലാം അറിയിക്കണമെന്ന്. അവന്റെ അച്ഛനെ കൊന്നത് ഞാനാണെന്ന് ഒന്ന് പറയണം മോനെ. ധൈര്യമായിട്ട് പറഞ്ഞോ, എന്നിട്ട് അവനെ ഇങ്ങോട്ട് കൊണ്ടുവാ. നിനക്കല്ല, അവനാ എന്നെ കൊല്ലാൻ യോഗ്യതയുള്ള. അപ്പൊ അവനോടൊന്ന് പറ, ഇവിടെ വന്ന് എന്നെ കഴുത്ത് ഞെരിച്ചങ്ങ് കൊല്ലാൻ. എന്താ അലിക്കുന്നേ? മോനെ പോവണ നീ. വേറെ ചില കാര്യങ്ങളോട് പറയാനുണ്ടാ. മിണ്ടരുത്, കൊന്നുകളയും ഞാൻ. എന്റെ ദൈവമേ, മിണ്ടാതെടാ. ഞാനൊരു ഞെട്ടുന്ന വാർത്ത അറിഞ്ഞു. അത് കേട്ടപ്പോൾ വിശ്വാസം തോന്നിയില്ല. സമനില തെറ്റിയ ഒരാൾ പറഞ്ഞതാ. എന്നാലും അത് കേട്ട് കഴിഞ്ഞപ്പോൾ മഹാലക്ഷ്മിയോട് അതിനെപ്പറ്റി ഒന്ന് ചോദിക്കണമെന്ന് തോന്നി. കണ്ണൻ സാറിനെയും കൊണ്ട് കണ്ണൻ സാറിൻ്റെ അച്ഛൻ ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ ആ ബൈക്കിലേക്കൊരു ലോറി പാഞ്ഞു കയറിയെന്നും അതിന് ശേഷമാണ് കണ്ണൻ സാറിൻ്റെ അച്ഛൻ മരിച്ചതെന്നും എനിക്കറിയാം. അതേ തുടർന്നാണ് കണ്ണൻ സാർ വീൽ ചെയറിലായത്. ഒരിക്കലും സാറിന് മറക്കാൻ പറ്റാത്ത ഒരു ആക്സിഡന്റ് ആയിരുന്നു അത്. ആ ആക്സിഡന്റിന് പിന്നിൽ പ്രതാപനായിരുന്നു. ആ സമയത്ത് പ്രതാപനൊപ്പം ലോറിയിൽ മഹാലക്ഷ്മി ഉണ്ടായിരുന്നു. എന്താ ഒന്നും പറയാത്തത്? എന്റെ ചോദ്യങ്ങൾ കേട്ട് ഈ മുഖത്തുണ്ടായ മാറ്റങ്ങൾ തന്നെ സീരിയസ് ആയിട്ട് കണ്ടേ പറ്റൂ. എന്താ സംഭവിച്ചത്? മാർക്കോ കേട്ടതൊക്കെ സത്യം. എനിക്ക് 5 വയസ്സുള്ളപ്പോഴാ ആ അപകടം സംഭവിച്ചത്. കോരിച്ചൊരിയുന്ന മഴയായിരുന്നു. ആ സമയത്ത് കണ്ണേട്ടനും കണ്ണേട്ടന്റെ അച്ഛനും സഞ്ചരിച്ചിരുന്ന ബൈക്ക് ഞങ്ങളുടെ ലോറിയിൽ ഇടിച്ചത്. ആ ഇടിയുടെ ആഘാതത്തിൽ ദൂരെ തെറിച്ച് വീണ് പിടയുന്ന ആ അച്ഛനെയും മകനെയും ഞാൻ കണ്ടതാ. ലോറി നിർത്തി അവരെ രക്ഷിക്കണമെന്ന് ഞാൻ അലറിക്കരഞ്ഞു പറഞ്ഞെങ്കിലും അയാൾ കേട്ടില്ല. വണ്ടി ഓടിച്ചു പോവായിരുന്നു. പിന്നീട് ഒരുപാട് കാലം ഞാൻ ആ ഷോക്കിൽ തന്നെയായിരുന്നു മാർക്കോ. ആ അച്ഛനും മോനും എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. ആ അപകടം നടന്നതിന്റെ പിറ്റേ ദിവസം
സ്കൂളിലേക്ക് പോയപ്പോ എനിക്ക് മനസ്സമാധാനം കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴാണ് ഞാൻ കണ്ണേട്ടന്റെ അച്ഛൻ മരിച്ചതറിഞ്ഞത്. പിന്നീട് കണ്ണേട്ടൻ നട്ടെല്ല് തളർന്ന് വീൽ ചെയറിലായതും അതിനുശേഷം ഞാൻ കണ്ടു. പിന്നീടുള്ള ദിവസങ്ങളിലൊന്നും ആ സംഭവം എന്നെ വിട്ടുപോയില്ല. എല്ലാ രാത്രിയിലും ആ അപകട സ്വപ്നത്തെ കണ്ട് ഞാൻ ഞെട്ടി ഉണരുമായിരുന്നു. അതേ ദിവസം മറ്റൊരു അത്ഭുതം കൂടി സംഭവിച്ചു. അന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നേരെ പോയത് അപകടം നടന്ന സ്ഥലത്തേക്ക്. അവിടെ വിശദമായി നോക്കുന്ന നേരത്താ അന്നൊരു അയ്യപ്പ വിഗ്രഹം കിട്ടുന്നത്. അതന്ന് കണ്ണേട്ടന്റെ കയ്യിൽ നിന്ന് തെറിച്ചു വീണതാ. ആ വിഗ്രഹം ഇന്നും എന്റെ കയ്യിലുണ്ട്. അപ്പോ ഇതൊന്നും കണ്ണൻ സാറിന് അറിയില്ലല്ലേ? ഇല്ല. കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായില്ലേ, എന്നിട്ടും മഹാലക്ഷ്മി എന്താ ഇതൊക്കെ കണ്ണൻ സാറിനോട് പറയാതിരുന്നത്? അത് പിന്നെ മഹാലക്ഷ്മി കണ്ണൻ സാറിന്റെ ഹൃദയത്തിലാ. അങ്ങനെയുള്ള ഒരാളോട് ഇതൊക്കെ പറയാതിരുന്നത് വലിയ തെറ്റായിപ്പോയി. അത് വേറൊന്നും കൊണ്ടല്ല മാർക്കോ. ഞാൻ കണ്ണേട്ടന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ ആ ഹൃദയത്തിന്റെ ഒരു ഭാഗത്ത് കണ്ണേട്ടന്റെ അച്ഛനും ഉണ്ട്. അന്ന് നടന്ന ആക്സിഡന്റിനെ പറ്റി ഓർക്കാൻ പോലും കണ്ണേട്ടന് താല്പര്യമില്ല. അതിനുശേഷം ലോറി കാണുന്നതും ലോറിയുടെ ഒച്ച കേൾക്കുന്നതും ഒക്കെ കണ്ണേട്ടന് വിഷമോ ഭയോ. അങ്ങനെയുള്ള ഒരാളോട് ഞാൻ ഈ കഥകളൊക്കെ പറഞ്ഞ കണ്ണേട്ടൻ എന്നെ വെറുക്കുമെന്നുള്ളൊരു സംശയം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും കണ്ണേട്ടിൽ നിന്ന് ഞാനിതൊക്കെ മറച്ചു വെച്ചത്. എന്റെ അമ്മയ്ക്ക് പോലും ഇതേപ്പറ്റിയൊന്നും അറിയില്ലായിരുന്നു മാർക്കോ. ഈ അടുത്ത സമയത്താ അമ്മയോട് ഞാൻ ഈ കഥകളൊക്കെ പറഞ്ഞത്. അതിനുശേഷം കരുണയുടെ അച്ഛന്റെ ശല്യം സഹിക്കാൻ വയ്യാതെ വന്നപ്പോഴാ അയാളോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അന്നത്തെ ആക്സിഡന്റിൽ മരിച്ചത് കണ്ണേട്ടന്റെ അച്ഛനാണെന്ന് ഇപ്പോഴാണ് അയാൾ അറിയുന്നത്. അതിനുശേഷം അയാളുടെ അമ്മയും കരുണയൊക്കെ ഈ കാര്യം അറിഞ്ഞു. അതൊക്കെ അവരെ ഒന്ന് തളയ്ക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ. അതിനുശേഷം ആ കരുണയ്ക്കും കരുണയുടെ അച്ഛനും മുത്തശ്ശിക്കും ഒക്കെ ചെറിയ മാറ്റം കണ്ടു തുടങ്ങിയത്. അവരെന്നെ ഭയന്നു തുടങ്ങിയത്. മഹാലക്ഷ്മി പറഞ്ഞത് ശരിയാ. ഇനിയിപ്പോ കണ്ണൻ സാറിനോട് ഇക്കാര്യം പറഞ്ഞാൽ അത് അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട്. ചിലപ്പോ നിങ്ങൾ തമ്മിലുള്ള അകൽച്ചയ്ക്ക് പോലെ അത് കാരണമായേക്കാം. അങ്ങനൊരു പേടി എനിക്കുണ്ട് മാർക്കോ. കണ്ണേട്ടനോട് മാത്രമല്ല, അനന്തേട്ടനോട് ലേഖയോടൊന്നും ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. എല്ലാം ഒരു അത്ഭുതമായിട്ട് തോന്നുക. അല്ല, അന്ന് കണ്ണൻ സാറിന്റെ കയ്യിലുണ്ടായിരുന്ന അയ്യപ്പ വിഗ്രഹം ഇന്നും മഹാലക്ഷ്മി സൂക്ഷിക്കുകയല്ലേ? അതെ. ഇടയ്ക്കിടയ്ക്ക് ആ അയ്യപ്പ വിഗ്രഹം കാണുമ്പോ അന്നത്തെ സംഭവത്തെ പറ്റിയൊക്കെ കണ്ണേട്ടൻ പറയാറുണ്ട്. അന്ന് ഏതോ സിദ്ധയായ അമ്മ കണ്ണേട്ടന് കൊടുത്ത ആ അയ്യപ്പ വിഗ്രഹം പോലെയുണ്ട് ഞാൻ ആരാധിക്കുന്ന അയ്യപ്പ ഭഗവാൻ എന്നും ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ഒരു സിദ്ധയായ അമ്മയാണ് അയ്യപ്പ വിഗ്രഹം കണ്ണൻ സാറിന് കൊടുത്തതല്ലേ? അതെ. ആ അമ്മ വർഷങ്ങൾക്ക് ശേഷം കണ്ണേട്ടൻ പിന്നീടും കണ്ടിട്ടുണ്ട്, ഈ അടുത്ത സമയത്ത് പോലും. ആ അമ്മയെ തന്നെയാ ഞാനും കാണുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. എന്നാ ഞങ്ങളൊന്നിച്ച് ആ അമ്മയെ ഇതുവരെ കണ്ടിട്ടുമില്ല. അതിന് ശ്രമിക്കണ്ട. എന്തായാലും ആ അമ്മയെ കൊണ്ട് നിങ്ങൾക്ക് രണ്ടാൾക്കും ദോഷമൊന്നുമില്ലല്ലോ, ഗുണമല്ലാതെ. അപ്പൊ പിന്നെ ഇനി അതിനു വേണ്ടി ഒരു തെരച്ചിൽ നടത്തണ്ട. ആ അമ്മ നിങ്ങളുടെ കണ്ണീരൊപ്പാൻ ജീവിതകാലം മുഴുവനും കൂടെ ഉണ്ടാവും. അത് മാർക്കൊക്കെ എങ്ങനെ അറിയാം? അല്ലെങ്കിൽ പിന്നെ വർഷങ്ങളായിട്ട് ഒരമ്മ നിങ്ങളുടെ പിന്നാലെ നടക്കൂ? അത് ഒരു സാധാരണ അമ്മയാണെന്ന് പറയാൻ പറ്റില്ല മാർക്കോ. കണ്ണേട്ടൻ അയ്യപ്പ വിഗ്രഹം ആ അമ്മ സമ്മാനിച്ചിട്ട് ഏതാണ്ട് 10-20 വർഷം കഴിഞ്ഞല്ലോ. ഇന്നും അന്ന് കണ്ട ആ അമ്മയ്ക്ക് അതേ രൂപവും ഭാവമാണ്. ആ അമ്മയ്ക്ക് വാർദ്ധക്യം ബാധിച്ചിട്ടില്ലെന്നൊക്കെയാ കണ്ണേട്ടൻ പറയുന്നത്. ദൈവിക ചൈതന്യമുള്ള അമ്മമാർക്ക് വാർദ്ധക്യം ബാധിക്കില്ല. എന്തായാലും അറിഞ്ഞ കാര്യങ്ങൾ ഞാൻ മനസ്സിൽ തന്നെ വയ്ക്കുക. നിങ്ങൾ രണ്ടാളെയും ഒന്നിപ്പിച്ചത് ഭഗവാൻ തന്നെയാണെന്ന് എനിക്കിപ്പോൾ കൂടുതൽ മനസ്സിലായി. പക്ഷേ ഇപ്പൊ കാര്യങ്ങൾ കൂടുതൽ കുഴഞ്ഞു മറിഞ്ഞുകൊണ്ടിരിക്കുക. കണ്ണൻ സാറിനോട് സത്യങ്ങൾ പറയണമെന്ന് പറഞ്ഞ് കിടന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുക ഒരുത്തനവിടെ. പ്രതാപന്റെ നാവ് തുന്നിക്കെട്ടിയില്ലെങ്കിൽ അവൻ കണ്ണൻ സാറിനെ കാണുമ്പോൾ നടന്നതൊക്കെ വിളിച്ചു പറയും.
അതുകൊണ്ട് ദോഷം അവന് തന്നെയാ. എന്നാൽ ഇപ്പോഴതൊന്നും ചിന്തിക്കാനുള്ള ബുദ്ധി അവനില്ല. കണ്ണൻ സാറിന്റെ അച്ഛൻ അവനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു നിശ്ചയമില്ല മാർക്കോ. വേണമെങ്കിൽ അവനെ തല്ലിക്കൊല്ലാം. അല്ലെങ്കിൽ തന്നെ ഈ കഥകളൊക്കെ കേട്ടിട്ട് അവന്റെ ആയുസ് എടുക്കാനാ തോന്നുന്നത്. അതൊന്നും വേണ്ട മാർക്കോ. അയാൾക്ക് കിട്ടാനുള്ള ശിക്ഷ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നുണ്ടല്ലോ. പിന്നെ അയാൾക്ക് കഴിഞ്ഞ ദിവസം രാത്രിയിൽ അപകടം ഉണ്ടായതേ വെറുതെ ഒന്നുമല്ല. കഴിഞ്ഞ രാത്രിയിലും കണ്ണൻ സാറിനെ മഹാലക്ഷ്മിയെയും അയാൾ കൊല്ലാൻ നോക്കിയിരുന്നു. എങ്ങനെ? കൊല്ലാൻ നോക്കിയിരുന്നു എന്ന് മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. അതെങ്ങനെ മാർക്കോയ്ക്ക് അറിയാം? ചില കാര്യങ്ങളൊക്കെ മുൻകൂട്ടി അറിയാനുള്ള കഴിവ് എനിക്കുണ്ടെന്ന് കൂട്ടിക്കോ. ഇപ്പൊ പക്ഷേ ദൈവം മാത്രമല്ല, മരണപ്പെട്ട കണ്ണൻ സാറിന്റെ അച്ഛന്റെ ആത്മാവും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് പ്രതാപനിന് കുറെ വെള്ളം കുടിക്കേണ്ടി വരും. അതിൻ്റെ ഇടയ്ക്ക് അവൻ കണ്ണൻ സാറിനോട് സത്യം പറയരുതെന്ന് മാത്രം. മഹാലക്ഷ്മി പറഞ്ഞതുപോലെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നവർക്ക് ചെറിയൊരു പരിക്ക് പറ്റിയ സ്നേഹിക്കുന്നവരിൽ നിന്നും പറയേണ്ട സത്യങ്ങൾ മറച്ചു വെച്ചെന്ന് തോന്നില്ല. പിന്നെ അത്തരക്കാരെന്ത് പറയുമെന്നും പ്രതികരിക്കുമെന്നും പറയാൻ പറ്റില്ല. മഹാലക്ഷ്മിയെ കണ്ണൻ സാറ് വിവാഹം കഴിച്ച ഫസ്റ്റ് നൈറ്റിൽ തന്നെ ശരിക്കും പറഞ്ഞ സത്യങ്ങളെല്ലാം മഹാലക്ഷ്മി പറയണമായിരുന്നു. ഇതിപ്പോ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞു. ഇനിയിപ്പോൾ അതൊക്കെ വെളിപ്പെടുത്തിയ കണ്ണൻ സാർ എല്ലാം ക്ഷമിച്ചിട്ട് മഹാലക്ഷ്മിയെ അടക്കി പിടിക്കുന്ന വിശ്വാസം എനിക്കില്ല. അതുകൊണ്ട് നടന്നതൊക്കെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പിന്നെ എല്ലാ രഹസ്യങ്ങൾക്കും ഒരു ആയുസുണ്ട്. അത് കഴിയുമ്പോൾ അറിയേണ്ടവരൊക്കെ അത് അറിഞ്ഞെന്നിരിക്കും. അതിന് ദൈവമായിട്ടൊരു ദിവസം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ കണ്ണൻ സാർ അതറിയട്ടെ, ഞാൻ അറിഞ്ഞതുപോലെ. എടാ ദ്രോഹി, നീ ചെയ്ത ചതി മൂടി വെക്കാൻ വേണ്ടിട്ട് നമ്മൾ പെടാപ്പാട് പെടുവല്ലായിരുന്നോടാ? അതിന്റെ പേരിലല്ലേ ലക്ഷ്മി അവളുടെ അമ്മയും കൂടെ നമ്മളെ മുൾമുനയിൽ നിർത്തിയത്? എന്നിട്ട് നീ തന്നെ അതെല്ലാം കൂടെ വിളിച്ചു പോവാണോടാ? മര്യാദക്ക് നടന്നതൊക്കെ കണ്ണനെ അറിയിച്ചോളാം. അത് ഞാൻ വിശ്വനാഥന് കൊടുത്ത വാക്കാ. നിന്റെ ഒരു വാക്ക് ചിലക്കാതെ കടന്നില്ലെങ്കിൽ കൊന്നുകളയുന്നുണ്ട് ഞാൻ. കൊല്ല് കൊല്ല് കൊല്ലുന്നില്ലേ? അമ്മ കൊല്ലാൻ തയ്യാറാണെങ്കിൽ മരിക്കാൻ ഞാൻ തയ്യാറാ. എഴുന്നേറ്റ് പോടാ. എഴുന്നേറ്റ് നടക്കാൻ എന്റെ കാൽ ഒടിഞ്ഞിരിക്കുക. അല്ലെങ്കിൽ ഞാൻ എത്രയും വേഗം പോയി കണ്ണനോട് വിവരം പറഞ്ഞേനെ. പെട്ടെന്ന് പോയി നോക്ക്, കണ്ണനാണോ നോക്ക്. പെട്ടെന്ന് ചെല്ല് കളവി. നീ ആയിരുന്നോ? മോളെ മോളെ ലക്ഷ്മി, എന്റെ പൊന്നു മോളെ ലക്ഷ്മി കുട്ടി, വാ മോള് വാ. എന്താ ഞാൻ നോക്കിയിരിക്കുന്നേ? ഇങ്ങോട്ട് വാ. മോളിങ്ങി വാ മോളെ. അതെ, ആ ദുഷ്ടകൂട്ടങ്ങളോട് പോയി കണ്ണനോട് സത്യം പറയാൻ പറഞ്ഞിട്ടേ അത് കേൾക്കുന്നില്ല ഇവര്. നേരത്തെ ആ ഗുണ്ട വന്നായിരുന്നു, മാർക്കോ ഗുണ്ടേ. അവനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോഴെങ്കിലും കരുതിയതാ അവനെങ്കിലും പോയി പറയുമെന്ന്. അവൻ പറഞ്ഞോ? മോൾ അത് കേട്ടിട്ടാണോ വന്നേ? നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? എനിക്ക് വേണ്ടത് എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ. വിശ്വനാഥനെ ലോറി അടിച്ചു കൊന്നത് ഞാനാ. അതിന് എന്റെ മോള് നീ സാക്ഷിയില്ലായിരുന്നോ? അത് ചൂടാറുന്നതിന് മുമ്പേ പറയാൻ പറ്റിയില്ല. സംഭവം നടന്നിട്ട് 10-20 വർഷം കഴിഞ്ഞു.
ഇനിയെങ്കിലും കണ്ണൻ നടന്നതൊക്കെ അറിയാതിരിക്കുന്നത് മോശമല്ലേ മോളെ? അതുകൊണ്ട് കണ്ണനോട് സത്യങ്ങളെല്ലാം പറയണം. അവനെല്ലാം അറിയണം. അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിശ്വനാഥൻ വരുമ്പോ അവന്റെ മുമ്പിൽ എനിക്ക് ഉത്തരം മുട്ടി നിൽക്കേണ്ടി വരില്ലല്ലോ. അവനോട് പറഞ്ഞെന്ന് പറയാലോ. രാത്രിയാവുമ്പോ വിശ്വനാഥൻ ഇവനെ കാണാൻ വരുന്നെന്നായി പറയുന്നേ. ആ, അത് പറച്ചില്ലല്ലോ, വരുന്നുണ്ട്. അവൻ എന്റെ കൂടെ തന്നെ ഉണ്ട്. പാവം ചത്തിട്ടും അവൻ ഈ ഒരൊറ്റ കാര്യത്തിന് വേണ്ടിട്ടാ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നേ. അവന്റെ മോൻ സത്യം അറിയണം. അവനെ കൊന്നാണെന്ന്. കണ്ണേട്ടന്റെ അച്ഛനെ കൊന്നതാണെന്ന് കണ്ണേട്ടൻ അറിഞ്ഞ പിന്നെ അച്ഛന്റെ കൊലയാളിയെ മോൻ വെച്ചേക്കൊന്നും തോന്നുന്നുണ്ടോ? പിന്നെ കണ്ണേട്ടൻ നിങ്ങളെ ജീവിക്കാൻ അനുവദിക്കോ? എനിക്ക് ജീവിക്കണ്ട മോളെ. എന്നെ അവൻ വന്ന് കൊല്ലുന്നെങ്കിൽ കൊന്നോട്ടെ. എന്തായാലും കണ്ണൻ സത്യം അറിഞ്ഞില്ലെങ്കിൽ വിശ്വനാഥൻ എന്നെ വന്ന് കൊല്ലും. ഇപ്പൊ ഇതാ അവസ്ഥ. ഏതു നേരോ കണ്ണൻ സത്യം അറിഞ്ഞോ എന്ന് ചോദിച്ചോണ്ടിരിക്കുക. ഇന്നലെ വരെ നിങ്ങൾ ആരെങ്കിലും കണ്ണനോട് ഇത് പറയുമെന്നായിരുന്നു എന്റെ കർണമോളുടെ ഒക്കെ പേടി. എന്നാൽ ഇപ്പൊ കൊന്നയാള് തന്നെ കൊലപാതകത്തെ പറ്റി പറയുമെന്ന് പേടിച്ചിരിക്കുക ഞാനും മോളും. പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് നമ്മുടെ ചാനൽ 24 ഏഷ്യാനെറ്റ് കേബിൾ വിഷനിൽ ചാനൽ നമ്പർ 131 ലഭ്യമാണ്.